മുൻ ഭക്ഷ്യമന്ത്രി നമ്മുടെ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് പ്രസ് ക്ലബിൻ്റെ ഒരടുത്ത സുഹൃത്തായിരുന്നു. തിരുവനന്തപുരത്തെ ആളല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്തല്ല എന്ന് കരുതരുത്. ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ശ്രീ അനൂപ് ജേക്കബിൻ്റെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഓണമായതുകൊണ്ട് സ്വാഭാവികമായും ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ലീഗൽ, മെട്രോളജി വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളും വലിയ കാര്യങ്ങളും നമ്മളോട് പറയാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മീറ്റ് ദ പ്രസ് അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ മീറ്റ് ദ പ്രസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസ് ക്ലബിൻ്റെ ഉപഹാരം സമ്മാനിക്കാൻ പ്രസിഡന്റ് ശ്രീകേശിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം മീറ്റ് ദ പ്രസ് ആരംഭിക്കും. ഇത്രയും ബഹുമാനരെ, ഒരു മീറ്റ് ദ പ്രസ്സിൽ എന്നെ ക്ഷണിച്ചതിലും വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ 2-3 പ്രസ് മീറ്റുകൾ നടത്തിയിരുന്നെങ്കിലും അത് ട്രിവാൻഡ്രത്ത് ക്രമീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ആയിട്ടുള്ള ആദ്യത്തെ മീറ്റിങ്ങിന് ശേഷം എറണാകുളത്ത് തന്നെയായിരുന്നു പ്രസ് മീറ്റ് കൂടിയത്. സപ്ലൈകോ ഹെഡ് ഓഫീസ് അവിടെയാണ്, നിങ്ങൾക്കറിയാം. പിന്നീട് 1-2 വട്ടം പ്രസ്സുമായിട്ട് സംസാരിച്ചെങ്കിലും ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് വരുമ്പോൾ ഏറെ സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കട്ടെ. UDF ഗവൺമെൻറ് ചുമതലയേറ്റതിന് ശേഷം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുള്ള ഏകോപനത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യമായി തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒന്ന്. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ നെല്ല് സംഭരണം ഞങ്ങൾ ചുമതലയേൽക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി നിലനിന്നിരുന്ന ഒന്നായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ വെല്ലുവിളികളിലും ഒന്ന് നെല്ല് സംഭരണത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ആദ്യം തന്നെ നിലവിലുള്ള ബാങ്ക് കൺസോർഷ്യത്തിൻ്റെ ലോൺ എമൗണ്ട് ഞങ്ങൾ എൻഹാൻസ് ചെയ്ത് നൽകിയുണ്ട്. 1600 കോടിയെ ഞങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഒപ്പം തന്നെ അവരുടെ കാലാവധി നീട്ടിക്കൊടുത്തു. പാലക്കാട് ജില്ലയിൽ നിന്ന് പാക്സുകളെ പൂർണ്ണമായും ഒഴിവാക്കി സപ്ലൈകോ മുഖാന്തരം തന്നെ നെല്ല് സംഭരണം പുനരാരംഭിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. അതനുസരിച്ച് ഏകദേശം നല്ലൊരു ശതമാനം തുക വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനിയും ഏകദേശം 300 കോടി രൂപയ്ക്ക് അടുത്ത് ഇനിയും വിതരണം ചെയ്യുവാനുണ്ട്. അതിൻ്റെ തുക ലഭ്യമാവുന്നതനുസരിച്ച് ഇപ്പോൾ വിതരണം നടന്നു വരികയാണ്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ആദ്യമുണ്ടായിരുന്ന പ്രശ്നങ്ങളെ നല്ലൊരു ശതമാനം പരിഹരിച്ചു പോകാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് അത് കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്യാൻ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അടുത്ത പ്രൊക്യൂർമെൻറ്റ് സീസൺ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ആ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർഷകരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കൃഷി വകുപ്പുമായി കൂടിയാലോചിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭം കുറിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുവായി വന്ന ഓരോ കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്താണ് പോകുന്നത്. സപ്ലൈകോയുടെ പൊതുവായ സാമ്പത്തിക പ്രതിസന്ധി പലപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. സപ്ലൈകോ സ്വയം പര്യാപ്തം എന്ന നിലയിൽ കടന്നു വരണമെന്ന ആവശ്യവും ആശയവും മുന്നോട്ട് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് വളരെ കൃത്യമായ നിലയിൽ അത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതനുസരിച്ച് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സപ്ലൈകോ രൂപീകരിക്കുകയാണ്. ഓണത്തെ വിപണി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പുതിയ മാർക്കറ്റ് സ്ട്രാറ്റജിയിലേക്ക് ഞങ്ങൾ കടക്കാനാണ് നിർദ്ദേശം സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുള്ളത്. അതുവഴി ഒപ്പം തന്നെ അതിൻ്റെ വരുമാനം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒപ്പം തന്നെ കൂടുതൽ സേവനങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുവരിക. ഞാനത് പറയുമ്പോൾ സപ്ലൈകോയ്ക്ക് വരുമാനം വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ സപ്ലൈകോ ലാഭകരമായി നിൽക്കണം, അല്ലെങ്കിൽ ലാഭം മാത്രം ഓറിയൻറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം എന്ന നിലയിലുള്ള വ്യാഖ്യാനമല്ല അതിൻ്റെ അകത്ത് വരുന്നത്. ആ ലഭിക്കുന്ന വരുമാനം കൂടുതൽ സേവനങ്ങൾക്ക്, കൂടുതൽ സബ്സിഡി സാധനങ്ങൾ കൊടുക്കാനും കൂടുതൽ ജനസേവന പദ്ധതികൾ നടപ്പിലാക്കാനും സപ്ലൈകോയ്ക്ക് സാധ്യമാക്കണം എന്നുള്ളതാണ് അതുവഴി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പരസ്യ സാധ്യതകൾ ഞങ്ങൾ ഉപയോഗിക്കും. ഒപ്പം തന്നെ FMCG പ്രൊഡക്ട്സിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പെട്രോൾ ബങ്കുകളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ ഒക്കെ ചെയ്യുന്ന ഒപ്പം തന്നെ ഈ ഇപ്പോൾ നൽകുന്ന 13 സബ്സിഡി സാധനങ്ങൾ കൃത്യമായ നിലയിൽ വിതരണം ഉറപ്പുവരുത്തി കൊണ്ടുപോകാൻ വേണ്ടി തന്നെയായിരിക്കും ഈ കിട്ടാൻ പോകുന്ന ലാഭവും ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഉള്ള പൊതുവായ പ്രവർത്തനങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭം കുറിച്ചു. ഓഗസ്റ്റ് 8-ാം തീയതി സപ്ലൈകോയുടെ ട്രേഡ് ഫെയറുകൾ ആരംഭം കുറിക്കുകയാണ്. എറണാകുളത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഗസ്റ്റ് 8-ാം തീയതി 4:30
സപ്ലൈകോയുടെ ഓണം ഫെയർ ആരംഭം കുറിക്കും. ഓണം ട്രേഡ് ഫെയർ എന്ന നിലയിലാണ് ഇത്തവണ 3 മെട്രോ നഗരങ്ങളിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഇത് നടപ്പിലാക്കുന്നത്. അത് വളരെ വിപുലമായ നിലയിൽ സബ്സിഡി സാധനങ്ങളോടൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളും മറ്റ് ഒരു ഫെയർ മോഡൽ, ട്രേഡ് ഫെയർ മോഡലിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ എല്ലാ ജില്ലാ ഫെയറുകളും 14 ജില്ലകളിലും ജില്ലാ ഫെയറുകളും എല്ലാ നിയോജകമണ്ഡല തല ഫെയറുകളും ആരംഭം കുറിക്കുവാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നേരത്തെ ഉള്ളതിനേക്കാൾ നിയോജകമണ്ഡല ഫെയറുകൾ കൂടുതൽ കൃത്യതയോടെ നടത്തണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ഫെയർ വിപുലമാവുന്നു, ഒപ്പം തന്നെ ജില്ലാ ഫെയർ അത് കുറച്ചുകൂടി നേരത്തെ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് ആദ്യവാരം തന്നെ ഇതൊക്കെ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 12-ാം തീയതിയോടെ 12-13 തീയതികളിലായിട്ട് ജില്ലാ ഫെയറുകൾ ആരംഭം കുറിക്കും. അവസാനത്തെ ഓണത്തോടനുബന്ധിച്ച് ലാസ്റ്റ് 6 ഡേയ്സ് ആയിരിക്കും നിയോജകമണ്ഡലം തല ഫെയറുകൾ ഉണ്ടാകുന്നത്. ഇതുവഴി ഏകദേശം അരിയുടെ വിതരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും സപ്ലൈകോയും വഴി 1,65,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് വിവിധ പദ്ധതികളോടെ നിലവിലുള്ള വിഹിതവും OMS സ്കീംസും ഒപ്പം തന്നെ ടൈഡ് ഓവർ വിഹിതവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1,67,932 മെട്രിക് ടൺ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി ഉള്ള വിതരണത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നത്. സപ്ലൈകോയ്ക്ക് ഇത്തവണ ഞങ്ങൾ മറ്റൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്, സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. സബ്സിഡി അരി ഉൾപ്പെടെ നിങ്ങൾക്കറിയാം 8 കിലോയാണ് ഒരു കാർഡ് ഹോൾഡറിന് ഒരു മാസം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന അരി സെപ്റ്റംബർ മാസത്തിലുള്ള വിഹിതവും കൂടി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഓണത്തോടനുബന്ധിച്ചുണ്ടാവും. പിന്നീട് ഈ നീലക്കാർഡുകൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള അരി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അവരുടെ നോർമൽ വിഹിതത്തിന് പുറമെ ഗോതമ്പിൻ്റെ അലോട്ട്മെൻറ്റ് എല്ലാ NPS, NPNS അടക്കമുള്ള കാർഡുകൾക്കും ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. AY കാർഡുകൾക്ക് സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് ആദ്യ വാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിന് ഇതുവരെ 448 കോടി രൂപ ഗവൺമെൻറ്റിൽ നിന്ന് പല സന്ദർഭങ്ങളിലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റ് ഇൻ്റർവെൻഷന്, AY കാർഡ് കൊടുക്കുന്നതിന്, നെല്ല് സംഭരണത്തിൻ്റെ തുക ലഭ്യമാക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഈ തുക പല സന്ദർഭങ്ങളിലായിട്ട് ഈ കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഇടയിൽ ഗവൺമെൻറ് ലഭ്യമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 100 ദിന കർമ്മ പദ്ധതിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 50,000 പ്രയോറിറ്റി റേഷൻ കാർഡ് കൊടുക്കുക എന്നുള്ളത്. അത് 50,000 ഞങ്ങൾ ടാർഗറ്റ് മീറ്റ് ചെയ്ത് ഏകദേശം 73,000-ഓളം കാർഡുകൾ ഇപ്പോൾ കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തെ റേഷനിലേക്ക്, പ്രയോറിറ്റി റേഷനിലേക്ക് ഈ 73,000 കുടുംബങ്ങളെ കൂടി നമുക്ക് ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 3-ാം തീയതി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നതായിരിക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പരിശോധനാ സംവിധാനങ്ങൾ വളരെ കൃത്യമായി നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഉള്ള ആദ്യത്തെ റൗണ്ട് പരിശോധന ആരംഭം കുറിച്ചു. കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായുള്ള സ്ക്വാഡുകൾ രൂപീകരിച്ച് ഓണക്കാല വിപണി നിയന്ത്രണ വിധേയമായി നിലനിർത്താൻ ഉള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഒപ്പം തന്നെ പ്രൈസ് മോണിറ്ററിംഗ് സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പൂഴ്ത്തിവെപ്പോ കരിഞ്ചന്തയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ സപ്ലൈ ഓഫീസേഴ്സ് നൽകിയിട്ടുണ്ട്. കളക്ടർമാരോട് ഞാൻ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്വാഡുകളുടെ പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് ആദ്യവാരം തന്നെ നടപടികളിലേക്ക് കടക്കണമെന്നനുസരിച്ച് അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ കളക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകൾ ഉണ്ടാവുന്നത്. പിന്നെ ഈ വരുന്ന ഓണ ഫെയറുകളിൽ ഹോർട്ടികോർപ്പിൻ്റെ റിക്വസ്റ്റ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹോർട്ടികോർപ്പ് അവരുടെ സ്റ്റോളുകൾ അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അവർക്ക് സ്പേസ് കൊടുക്കും. അങ്ങനെ പച്ചക്കറികളുടെ വിതരണവും കൂടി സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ്സുകൾ കേന്ദ്രീകരിച്ച് ലഭ്യമാക്കാൻ ഓണ ഫെയറുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവായ കാര്യങ്ങൾ ഓണത്തോടനുബന്ധിച്ച് എടുത്തിരിക്കുന്നത്.
ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു കൃത്യതയോടെ കൊണ്ടുപോവുക എന്നത് ലക്ഷ്യം വെച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അവിടെ കേന്ദ്രത്തിൽ നിൻ്റെ അലോട്ട്മെൻറ്റുകൾ കുറയുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും വരുന്നത് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് AY വിഭാഗത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ടത് റെപ്രസെൻ്റ് ചെയ്തിരുന്നു. AYക്ക് ഇപ്പോൾ 35 കിലോയാണ് ഒരു കാർഡിന് നൽകുന്നത്. അവരത് കുറച്ച് പെർ ഹെഡ് 7 ആയി ചുരുക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് NFSA ആക്ടിൽ ഭേദഗതി വരുത്തുക എന്ന നിലയിലുള്ള നടപടികൾ ഇപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. അത് ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട്. അതിൻ്റെ അകത്ത് കാരണം അത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അലോട്ട്മെൻറ്റിൽ കുറവ് വരുന്ന സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊരു ആശങ്ക ഞങ്ങൾ പ്രകടമാക്കിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചൊരു മറുപടി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒപ്പം തന്നെ ഉപഭോക്തൃ കോടതികളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് പുതിയ റൂൾസ് കൊണ്ടുവരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞിരിക്കുന്നവരെ മാറ്റി പുതിയ ആൾക്കാരുടെ നിയമനം ഇപ്പോൾ സാധിക്കുന്നില്ല. അതിനുവേണ്ടിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികൾ വേഗതയിലാക്കണമെന്നും അതായത് റൂൾസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്രെയിം ചെയ്യണം, ആ റൂൾസ് അടിയന്തരമായി ഫ്രെയിം ചെയ്യണമെന്നുള്ള ആവശ്യവും ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കെറസിൻ്റെ അലോട്ട്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു മറുപടി അവർ ഇതുവരെ നൽകിയിട്ടില്ല. ഞാൻ പെട്രോളിയം മന്ത്രിക്ക് നേരിട്ട് കത്തയച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം അയച്ചിട്ടുണ്ട്. അവർ ഒരു കൃത്യമായ നിലയിൽ അവർ എല്ലാ വർഷവും കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയും തന്നെയാണ്. അപ്പോൾ അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യബന്ധനത്തിന് മണ്ണെണ്ണ കൊടുക്കുന്നതും വർഷങ്ങളായി, കലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി അതാണ് നിലനിർത്തി വരുന്നത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന ഒരു പ്രതിസന്ധി അലോട്ട്മെൻറ്റ് കുറയുമ്പോൾ ആ മേഖലയിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊരു മറുപടി അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, അത് വേഗതയിൽ അതിൻ്റെ വിതരണം നടക്കും. ഇപ്പോൾ 104 കോടി ഇപ്പോൾ റിലീസ് ചെയ്തു, അതിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസും പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള ഏകദേശം ഒരു 300 കോടിയും കൂടി ലഭിക്കാനുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. ഓണത്തിന് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് ഞങ്ങൾ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടാൻ ഞാൻ നേരിട്ട് ചെന്ന അവസരത്തിൽ അവർ അന്ന് ഒരു 100 കോടിക്ക് അടുത്ത് റിലീസ് ചെയ്തു. ബാക്കിയുള്ള തുക ഉടനെ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാക്സിമം ഞങ്ങളത് വേഗതയിലാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് കൊടുത്ത് തീർക്കാൻ വേണ്ടി. അത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് 104 കോടി രൂപ ഇപ്പോൾ റിലീസ് ചെയ്തു. അതാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. അതിൻ്റെ ബാക്കി തുക അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കും. ഫെബ്രുവരി വരെയുള്ള അവരുടെ പൈസ പൂർണ്ണമായും ലഭ്യമാക്കിയിരുന്നു. അത് ഞാൻ വന്നതിന് ശേഷം ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചത്. ഫെബ്രുവരിക്ക് ശേഷമുള്ളതിന് അണ്ടർ പ്രോസസ്സിംഗ് ആണ്. അത് ഉടനെ തന്നെ അത് കൊടുക്കും. ഇന്ന് ഞാൻ അവരുടെ ചർച്ച 4:30 ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഴ്സ് 3:30 ട്രാൻസ്പോർട്ടേഴ്സിനെ വിളിപ്പിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി. ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് അങ്ങനെ സമരത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു സമ്മർദ്ദമോ കാര്യങ്ങളോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. അവരുടെ കൊടുക്കാനുള്ള കുടിശ്ശിക തീർച്ചയായിട്ടും കൊടുത്തു തീർക്കുകയും ചെയ്യും. ഞങ്ങൾ വന്നതിന് ശേഷം ഈ നെല്ല് സംഭരണം പോലെ പ്രയോറിറ്റി ഇട്ട് അതിൻ്റെ നടപടികൾ വേഗതയിലാക്കിയതുകൊണ്ടാണ് ഫെബ്രുവരി വരെയുള്ള എല്ലാ പൈസയും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞത്. മാർച്ചുമായിട്ടുള്ള അണ്ടർ പ്രോസസ്സിംഗ് ആണ്. അതും അധികം താമസിക്കാതെ അത് ഡെലിവർ ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ AYക്കാണ് ഇത്തവണ സൗജന്യ കിറ്റ് കൊടുക്കുന്നത്. മറ്റിൻ്റെ സാധ്യതകൾ ആസ് ഓഫ് നൗ പരിഗണിക്കുന്നില്ല. എന്തായാലും വരും കാലങ്ങളിൽ അതിനുള്ള സാധ്യതകൾ പരിശോധിക്കും. ഇല്ല, ഞാൻ നോക്കിയിരുന്നു, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ AYക്കായിട്ടാണ് അവരുടെ കിറ്റിൻ്റെ വിതരണം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഒരു സാമ്പത്തിക പരിമിതി കോർപ്പറേറ്റ് സപ്ലൈക്കോയെ സംബന്ധിച്ച് വളരെയേറെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരും കാലങ്ങളിൽ അത് കൂടുതൽ വിപുലീകരിക്കും. ഓണക്കിറ്റ് കൂടുതൽ വിപുലീകരിക്കും വരും വർഷങ്ങളിൽ. ആസ് ഓഫ് നൗ AYക്കാണ് ലഭ്യമാക്കുന്നത്.
അതൊരു പൈലറ്റ് പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് അതിൻ്റെ പൈലറ്റ് പദ്ധതിക്ക് വേണ്ടിയാണ് അതിനുള്ള സാധ്യത നോക്കുന്നത്. അതിന് വിവിധ തലങ്ങളിലുണ്ട്. വേറെ സ്റ്റേറ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ള 1-2 സ്റ്റേറ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്താൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് എടുക്കും. സ്വാഭാവികമാണ്, നമുക്ക് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പുതിയ സേവനങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സമീപഭാവിയിൽ ഫുഡ് ഗ്രെയിൻ ATMs ആവശ്യം തന്നെ ആയിരിക്കും. അതെന്തായാലും അതിൻ്റെ പൈലറ്റ് പദ്ധതി ഉടനെ തന്നെ ആരംഭം കുറിക്കും. ഇല്ല, അത് ഒരിക്കലും വരില്ല. എൻ്റെ അത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു കാർഡ് വെച്ച് നമുക്ക് എനിവേർ റേഷനാണ്. ഇപ്പോൾ എവിടെ നമുക്കിപ്പോൾ റേഷൻ നമുക്ക് വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉപഭോക്താക്കളുടെ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിൻ്റെ പേരിൽ റേഷൻ വ്യാപാരികൾക്കൊരു ആശങ്ക വരേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുകയും ചെയ്യും. അതവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. ഇത്തവണയും ഒരു വിവിധ സമ്മാന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് അവരുടെ ലെവലിൽ ചെയ്യുന്നതാണ്. ഗവൺമെൻറ്റിലേക്ക് അത് വിടാറില്ല അങ്ങനത്തെ മാറ്റേഴ്സ്. ഇത്തവണ അത് ഉണ്ടാവും. ഓണത്തോടനുബന്ധിച്ചുള്ള സമ്മാന കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് എന്നോട് സൂചിപ്പിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് അത് അവരുടെ ലെവൽ, മാനേജ്മെൻറ്റ് ലെവലിൽ ചെയ്യുന്ന കാര്യമാണ്. ഇത്തവണ ഉണ്ട് അതെന്താണേലും. ഇല്ല, അതിനെ സംബന്ധിച്ച് വേറെ റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതൊരു അഭിപ്രായം കടന്നു വന്നു എന്നത് മാത്രമാണ്. അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല ആസ് ഓഫ് നൗ. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമേ സംസാരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് വേറെ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അഭിപ്രായം വന്നു എന്നത് ഒഴിച്ചാൽ പിന്നീട് മറ്റ് നിർദ്ദേശങ്ങളിലേക്കൊന്നും തുടർ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. തുടർ ചർച്ചകൾ വരികയാണെങ്കിൽ ആ സമയത്ത് ഞാനത് അറിയിക്കും ഉറപ്പായിട്ടും. ഇപ്പോൾ അത് വേണമെങ്കിൽ പുനരാരംഭിക്കാം. അത് പരിശോധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. പിന്നെ ഈ കുപ്പിവെള്ളത്തിൻ്റെ വിപണനം ആവശ്യമായ നിലയിൽ എത്തിക്കുക എന്നതും അനിവാര്യമായ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു കുടിവെള്ളത്തിൻ്റെ ആസ്പെക്റ്റിൽ തന്നെ നോക്കിക്കാണുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അത് പുനരാരംഭിക്കാനുള്ള നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ സമയത്ത് തന്നെ പല ക്വാളിറ്റി ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷമാണ് അത് നിർത്തലാക്കിയത്. ഇപ്പോൾ അത് വീണ്ടും പുനരാരംഭിക്കുന്നതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് കൂടുതൽ വിപുലീകരിക്കണം സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായി പുതിയ പ്രൊഡക്ട്സിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ശബരി പ്രൊഡക്ട്സ് പുതുതായിട്ട് ഉൾപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വൈവിധ്യവൽക്കരിക്കുക ശബരിയെ. കൂടുതൽ പ്രൊഡക്ട്സ് ആഡ് ഓൺ ചെയ്യും. പ്രീമിയം പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാം. വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ പ്രൊഡക്ട്സ്, അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ കാര്യവും നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് വീണ്ടും കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതിലേക്ക് കടക്കും. അത് ഉൾപ്പെടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഫേസ് ലിഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് 24 മണിക്കൂർ കൺവീനിയൻസ് സ്റ്റോഴ്സ് ആരംഭിക്കുന്നത്. വൈറ്റില ഹബ്ബിൽ ഓഗസ്റ്റിൽ തന്നെ അതിൻ്റെ ആരംഭം കുറിക്കും. അത് എല്ലാ ജില്ലകളിലും അത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റ്സ്. അതിൽ കൺവീനിയൻസ് സ്റ്റോർ എന്ന നിലയിലായിരിക്കും അത് മുന്നോട്ട് വരുന്നത്. അവിടെ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന ഉണ്ടാവുകയില്ല. ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ കുറഞ്ഞതിൻ്റെ ഒരു പ്രതിസന്ധി കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് ജനങ്ങളെ ബാധിക്കാത്ത നിലയിൽ ഇടപെടുക എന്നാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും സെപ്റ്റംബർ മാസത്തെയും കൂടി, ഇപ്പോൾ ഓണക്കാല ഫെസ്റ്റിവൽ സീസൺസിലാണ് പലപ്പോഴും ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിൻ്റെ ബുദ്ധിമുട്ട് കൺസ്യൂമറിലേക്ക് വരുന്നത്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സെപ്റ്റംബർ മാസത്തെ കൂടിയുള്ള സബ്സിഡി അരി ഉൾപ്പെടെയുള്ള ഐറ്റംസ് വാങ്ങാനുള്ള ഓപ്ഷൻ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 16 കിലോ അരി ഒരു കാർഡ് ഉടമയ്ക്ക് സപ്ലൈകോയിൽ നിന്ന് തന്നെ ലഭ്യമാക്കാൻ കഴിയും. ഇതിന് പുറമെ OMSS റൈസും സപ്ലൈകോ മുഖാന്തരം വിതരണം ചെയ്യുന്നുണ്ട്. OMSS റൈസും വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അവർക്ക് എടുക്കാൻ കഴിയും.
OMSS റൈസ് 20 കിലോ ഒരു കാർഡ് ഉടമയ്ക്ക് വാങ്ങാൻ കഴിയും. 20 കിലോ OMSS റൈസ് ഒരു കാർഡ് ഉടമയ്ക്ക് വാങ്ങാം. സെപ്റ്റംബർ മാസത്തെയും കൂടി വീതം എടുത്തു കഴിഞ്ഞാൽ 16 കിലോ വാങ്ങാനുള്ള സാഹചര്യമുണ്ട്. അതായത് സപ്ലൈകോ മുഖാന്തരം ഒരു കാർഡ് ഉടമയ്ക്ക് 36 കിലോ അരി സബ്സിഡൈസ് റേറ്റിൽ വാങ്ങാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നേരിടാൻ വേണ്ടിയാണ് കൂടുതൽ വിപണിയിലേക്ക് ഫുഡ് ഗ്രെയിൻസ് എത്തിക്കുന്നത്. ഓഡിറ്റ് അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സപ്ലൈകോ എന്നോട് പറഞ്ഞത് 6 മാസം കൊണ്ട് അത് പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഡിസംബറിനുള്ളിൽ പൂർണ്ണമായും സബ്മിറ്റ് ചെയ്യാം. നേരത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് പല കാലങ്ങളിൽ പല ഇഷ്യൂസിൻ്റെ ബേസ് ചെയ്ത് ഓഡിറ്റിന് വലിയ താമസം വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഏതാണ്ട് 300 കോടിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ട്, തരാതിരിക്കുന്നത്. ഓഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിൻ്റെ കണക്ക് കിട്ടാനുള്ളത് വേറെ, സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെ പേരിലും നല്ലൊരു ഏകദേശം 300 കോടിക്ക് അടുത്ത് അതും ലഭ്യമാവാനിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം ടൈം ബൗണ്ടായിട്ട് തീർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ആദ്യത്തെ റിവ്യൂ മീറ്റിങ്ങിൽ തന്നെ എൻ്റെ ശ്രദ്ധയിൽ വന്നൊരു വിഷയമാണ്. അത് വളരെ നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞു. അവർ 6 മാസത്തെ സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിസംബറിനുള്ളിൽ എല്ലാ ഓഡിറ്റും പൂർത്തിയാക്കുമെന്നാണ് അവർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം എല്ലാം അപ് ടു ഡേറ്റ് ആക്കി എടുക്കണം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത് അതിൻ്റെ ഒരു ആവശ്യം വളരെ ശക്തമായ നിലയിൽ വന്നിട്ടുണ്ട്. 4 വീലേഴ്സിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. വീടിൻ്റെ വിസ്തീർണം, ഭൂവിസ്തൃതി, ഇതടക്കമുള്ള ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ ആവശ്യമായി കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒന്നാണ്. ഇപ്പോൾ ആസ് ഓഫ് നൗ ചെയ്തിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റ് എന്ന നിലയിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്നാൽ 1040, 1050 ചെറിയ വ്യത്യാസം വന്നാൽ പോലും ഈ പറയുന്ന പ്രശ്നത്തിൽ അവർക്ക് നിരാകരിക്കപ്പെടുകയാണ്. അപ്പോൾ 1100 വരെ ഉള്ളതിന് എക്സെപ്റ്റ് ചെയ്ത് അത് 1000 തന്നെ കണക്കാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ക്വയർ ഫീറ്റിൻ്റെ വർധനവ് ഗവൺമെൻറ് സജീവ പരിഗണനയിലാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്നത് പരിശോധിക്കുകയാണ് ഇപ്പോൾ. ഒപ്പം മറ്റ് ആനുകൂല്യങ്ങൾ, അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം അന്ന് ഞങ്ങൾ എടുത്തതാണ്. ഫുഡ് ഗ്രെയിൻസിനല്ലാതെ ഈ പറയുന്ന മെഡിക്കൽ ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യം ലഭ്യമാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ അന്ന് BPL കാർഡുകൾ കൊടുക്കണമെന്നൊരു നിർദ്ദേശം അന്നത്തെ ഗവൺമെൻറ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നതാണ്. എന്തായാലും അത് വീണ്ടും അതിനെ സംബന്ധിച്ച് പുനരാലോചിക്കും തീർച്ചയായിട്ടും. ഏറ്റവും ആവശ്യമായ ആൾക്കാർക്ക്, കാരണം ഈ അലോട്ട്മെൻറ്റ് നമുക്കൊരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് അറിവുള്ളതുപോലെ NFSA പ്രകാരം നമ്മുടെ അലോട്ട്മെൻറ്റ് കൺസ്ട്രെയിൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാർഡുകളുടെ എണ്ണം കൂട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പേരിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുന്നതിന് പരിമിതികളുണ്ടാകും. പക്ഷേ ഈ പറയുന്നത് പോലെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ, എഡ്യൂക്കേഷൻ ആനുകൂല്യങ്ങൾ അടക്കം അർഹരായവർക്ക് പലതും ഈ BPL കാർഡുകൾ അല്ലെങ്കിൽ പ്രയോറിറ്റി കാർഡുകളാണ് അതിൻ്റെ മാനദണ്ഡം വെക്കുന്നത്. അതനുസരിച്ച് കിട്ടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് നോക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പരിഗണിക്കുക, അത് കൊടുക്കാനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തിരിക്കുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. 1000, 1050, 1040 സ്ക്വയർ ഫീറ്റ് വന്നാൽ പോലും കട്ട് ചെയ്തു പോവാണ്. അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടി 1100 എന്ന നിലയിൽ വന്നാൽ പോലും അതിന് ഈ പറയുന്ന പ്രയോറിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യണമെന്നുള്ളതും, 4 വീലേഴ്സിനെ സംബന്ധിച്ച് 800 cc വരെയുള്ള വണ്ടികളെ എക്സെപ്റ്റ് ചെയ്യണമെന്നും, 1 ഏക്കർ വരെയുള്ള ലാൻഡ് എക്സ്റ്റെൻഡ് കൃഷിയോഗ്യമല്ല എന്നുകൊണ്ട് അതും എക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഗവൺമെൻറ് മുന്നിലുള്ളത്. അതിനു വേണ്ടിയുള്ള നടപടികൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അതിലേക്ക് ഇപ്പോൾ കടക്കും. ഈ പറഞ്ഞ പോയിന്റ് സമീപഭാവിയിൽ ഞങ്ങളത് പരിഗണനയിൽ എടുക്കുന്ന, ഇപ്പം തന്നെ പരിഗണനയിലുണ്ട്, അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ്.